അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുതാഴം വയലപ്ര ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. സ്ഥലത്ത് പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. എരമം ഭാഗത്ത് പുലിയെ കണ്ടതിനെ തുടർന്ന് രാത്രിയിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും RRT സംഘവും. മാട്ടൂൽ ബീച്ച് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിജിൻ MLAയുടെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നിത്യേന നിരവധി പേർ എത്തിച്ചേരുന്ന മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ സമീപത്താണ് ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. പാലക്കാടൻ വിഭവങ്ങളുമായി പയ്യന്നൂർ പെരുമാളിന് പ്രസാദ ഊട്ട്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച നടക്കുന്ന പ്രസാദ ഊട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 25,000 പേർക്കാണ് പ്രസാദ ഊട്ട്. 2 ദിവസങ്ങളിലായി പഴയങ്ങാടിയിൽ നടന്ന KSSPA ജില്ലാ സമ്മേളനത്തിന് സമാപനം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെറുതാഴം വയലപ്ര ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചെറുതാഴം പഞ്ചായത്തിലെ വയലപ്ര ഭാഗത്താണ് വ്യാഴാഴ്ച രാത്രിയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹമുണ്ടായത്. വയലപ്രയിൽ താമസിക്കുന്ന KV രജനിയുടെ വീടിന്റെ മുന്നിൽ രാത്രി 11:30 പുലിയെ കണ്ടതായാണ് പറയുന്നത്. രാത്രി 11:45 ഞാൻ ഇറയത്തിരിക്കുന്നുണ്ട്. എൻ്റെ മോൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറയത്തിരുന്നത്. അപ്പം ഈ തറേൻ്റെ മേലേക്കും എന്തോ ഒരു തുള്ളി വരുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് ആ തറയുടെ താഴേക്കും തുള്ളി. അത് ഞാൻ അപ്പം വാതിലടച്ചിട്ട് ജനലിൻ്റെ ഉള്ളിലേക്കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അത് വന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നേരെ ഇങ്ങനെ നിന്നിട്ട് ഒരു 3 സെക്കൻഡ് സമയം ആ സാധനം ശരിക്കും നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വീണയും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. പരിശോധനയും നടത്തി. പ്രാഥമിക പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ പറഞ്ഞു. ഇന്നലെ രാത്രി വയലപ്ര പ്രദേശത്ത് രജനി എന്ന വീട്ടമ്മയുടെ വീട്ടുമുറ്റത്ത് ഇന്നലെ രാത്രി പുലിയെ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെടുകയും അവർ ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലെല്ലാം സന്ദർശനം നടത്തുകയും അപ്പോൾ സന്ദർശനം നടത്തിയതിൻ്റെ ഫലമായി പുലിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന കാൽപ്പാടുകളൊന്നും പൊതുവിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എങ്കിലും വലിയ ജാഗ്രതയാണ് വനം വകുപ്പും അതുപോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരും ഇതിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യാജ വാർത്തകളാണ് പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. വസ്തുതാപരമായ കാര്യങ്ങളാണ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വനംവകുപ്പ് വളരെ കർശനമായ രൂപത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ പുലിയെ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ പൊതുവായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അഥവാ അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഭീതിയിലാവേണ്ട ഒരു കാര്യവുമില്ല. വ്യാജ വാർത്തകളിൽ ജനങ്ങൾ കുടുങ്ങാൻ വേണ്ടി പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പൊതുവായി അഭ്യർത്ഥിക്കാനുള്ളത്. വ്യാജ വാർത്തകളും സന്ദേശങ്ങളും നൽകിയാൽ അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
മാട്ടൂൽ ബീച്ച് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നിത്യേന നിരവധി പേർ എത്തിച്ചേരുന്ന മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ സമീപത്താണ് ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് വാക്വേ, ഇരിപ്പിടങ്ങൾ, സൗന്ദര്യ വിളക്കുകൾ, കഫ്റ്റേരിയ, കുട്ടികളുടെ പാർക്ക്, ശുചീകരണ മുറി തുടങ്ങിയവ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. പ്രദേശത്തിന്റെ ടൂറിസം വികസനത്തോടൊപ്പം നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്നതാണ് പദ്ധതി. വിശദമായ പദ്ധതി സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചതായി എം വിജിൻ എംഎൽഎ പറഞ്ഞു. മാട്ടൂൽ ബീച്ചിൽ പൂർണ്ണമായും ഫ്ലോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ടൂറിസം സാധ്യതയുടെ പഠനങ്ങൾ നേരത്തെ നടന്നു. അതിൻ്റെ ഡീറ്റെയിൽ പ്രൊജക്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കി. ആ പ്രൊജക്റ്റ് ഉൾപ്പെടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അത് ബന്ധപ്പെട്ട അധികാരികൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഉന്നതമായ സംഘം നമ്മുടെ മാട്ടൂലിൽ സന്ദർശിച്ചു. അതോടൊപ്പം തന്നെയാണ് മൈനർ ഇറിഗേഷൻ്റെ സ്ഥലം ഇരിണാവ് ഡാം, അവിടെയും ഒരു പുതിയ ടൂറിസം പ്രൊജക്റ്റ് ഇപ്പോൾ നിലവിൽ ആലോചിക്കുകയാണ്. അവിടെയും വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളുടെ പ്ലേ ഏരിയ ഉൾപ്പെടെ വെച്ചുകൊണ്ട്, ബോട്ടിംഗ് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ സാധ്യതയാണ് ഇരിണാവ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് അംഗീകാരം ലഭ്യമാക്കുന്നതിനായി വേഗത്തിൽ തന്നെ നടപടി സ്വീകരിക്കാൻ എംഎൽഎ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എംഎൽഎയോടൊപ്പം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ജിജേഷ് കുമാർ, ഹൈഡ്രോഗ്രാഫിക് സർവേയർ പ്രതിഭ, ആർക്കിടെക്ട് സഞ്ജയ് ബി പി, CPIM മാട്ടൂൽ ലോക്കൽ സെക്രട്ടറി PV പ്രദീപൻ, CP പ്രകാശൻ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച നടക്കുന്ന പ്രസാദ ഊട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 25,000 പേർക്കാണ് പ്രസാദ ഊട്ട്. 15 ദിവസം നീണ്ടുനിൽക്കുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ അവസാന ദിവസമാണ് ശനിയാഴ്ച. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന പ്രസാദ ഊട്ടിൽ 25,000 വിശ്വാസികൾ പങ്കാളികളാകുമെന്നാണ് കരുതപ്പെടുന്നത്. പാലക്കാട് വടക്കുംചേരി പുതുക്കോട് സ്വദേശി പരമേശ്വരൻ സ്വാമി എന്ന രവിസ്വാമി, പാറശ്ശേരി വിനോദ് സ്വാമി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് സദ്യയൊരുക്കുന്നത്. 4 ഐറ്റംസ് ആണ് മൊത്തം. അതിൽ ചോറിന് ഒഴിച്ചു കൂട്ടാൻ പുളിശ്ശേരിയും അതുകൂടാതെ 2 ഐറ്റമും കറികളായിട്ട്. അതിൽ കൂട്ടുകറിയും തോരനും, കായും ചേനയും കൂടി തോരൻ, പിന്നെ അച്ചാർ, പിന്നെ പാൽപ്പായസം. 1000 ലിറ്ററിൻ്റെ പാലിൻ്റെ പാൽപ്പായസമാണ് നാടൻ. പിന്നെ പുളിശ്ശേരിയിൽ ഒഴിച്ചു കൂട്ടാനുള്ള പുളിശ്ശേരിയിൽ കറികൾ കട്ടൻ ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ് കൂടുതൽ. പഴം കൊണ്ടുള്ള ഇതൊക്കെ പുളിശ്ശേരി ഈ മറ്റേ അന്നദാനത്തിന് ഇത്രയും വലിയ ബൾക്കായിട്ടുള്ള പരിപാടികൾക്കൊക്കെ വളരെ അപൂർവം കേസിൽ ഉണ്ടാക്കാറുള്ളൂ. സാധാരണ സാമ്പാർ അങ്ങനെ പുളിക്കൂട്ടാനുള്ള എന്തെങ്കിലും ഐറ്റംസ് ഈ അന്നദാനത്തിനൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ ചെറിയ പരിപാടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ നേന്ത്രപ്പഴം മാത്രം ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചേരുവകൾ ചേർത്തിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കണം. അതിപ്പോൾ ഇവിടെ അവരുടെ ഭക്തജനങ്ങളുടെയും അവിടെ കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും സഹകരണത്തിലും ഭഗവാന്റെ അനുഗ്രഹത്തിലും അവർക്ക് ചെയ്യാൻ സാധിക്കണം. 1000 കിലോ ഏത്തപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി അടങ്ങുന്ന പാലക്കാടൻ സദ്യയാണ് ഭക്തജനങ്ങൾക്കായി ഒരുങ്ങുന്നത്. 4 കൂട്ടം കറികളും പാൽപ്പായസവും ഉൾപ്പെടുന്നതാണ് സദ്യ. വിവിധ കമ്മിറ്റികളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മഹോത്സവം പരിസമാപ്തിയിലേക്ക് എത്തുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികളും പറയുന്നു. 25,000 പേരോളം പ്രസാദ ഊട്ടിനുണ്ടാവുമെന്നുള്ള കണക്കാണ് നമ്മുടെ കമ്മിറ്റിക്കുള്ളത്. അതിൽ കൂടുതൽ ആളുകൾ ഭക്തജനങ്ങൾ വന്നാലും അവരെയൊക്കെ കൃത്യമായി തന്നെ പെരുമാളുടെ പ്രസാദം നൽകി വളരെ സന്തോഷപൂർവ്വം ഇവിടെ നിന്നും പറഞ്ഞു വിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആരാധനാ മഹോത്സവത്തിന്റെ അവസാന നാൾ പയ്യന്നൂർ പെരുമാളിന്റെ പ്രസാദ ഊട്ടിനായി ഏകദേശം 25,000-ഓളം ആളുകളെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. 4 കൂട്ടം കറികളും പാൽപ്പായസത്തോടെയുള്ള സദ്യയാണ് നാളെ നൽകുന്നത്. അതിന്റെ പാചകപ്പുരയിൽ എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. പയ്യന്നൂരിന് തനതായ ഒരു പാചക ശൈലിയുണ്ട്, രുചി പെരുമയുണ്ട്. പക്ഷേ നാളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പാലക്കാടിന്റെ രുചി വൈഭവം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പൈത്തൺ കണ്ടോത്തിനൊപ്പം KN വർഷം. എരമം ഭാഗത്ത് പുലിയെ കണ്ടതിനെ തുടർന്ന് രാത്രിയിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും RRT സംഘവുമാണ് പരിശോധന നടത്തിയത്. പുലിഭീതിയിൽ കഴിയുന്ന എരമം പുല്ലുപാറ ഭാഗത്ത് പുലിയെ നിരീക്ഷിക്കുന്നതിനായി വ്യാഴാഴ്ച രാത്രി നെറ്റ് വിഷൻ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P. രതീശന്റെ നേതൃത്വത്തിലുള്ള സംഘവും RRT സംഘവുമാണ് പരിശോധന നടത്തിയത്. എരമത്തെ വിവിധ ഭാഗങ്ങളിലാണ് നിരീക്ഷണം നടത്തിയത്. നിരീക്ഷണം നടത്തിയെങ്കിലും പുലിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. പുലിയെ പിടികൂടുന്നതിനായി വനം വകുപ്പ് അധികൃതർ പ്രദേശത്ത് കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കുച്ചിപ്പുടി മത്സരത്തിനിടയിൽ സ്റ്റേജിൽ വീണുപോയ 7ാം ക്ലാസ്സുകാരി ആവണി വീഴ്ചയിൽ തളരാതെ 1ാം സ്ഥാനം സ്വന്തമാക്കി. UP വിഭാഗം കുച്ചിപ്പുടിയിലാണ് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ ഈ കൊച്ചുമിടുക്കി നേട്ടം കൊയ്തത്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വേദിയിൽ ഉച്ചകഴിഞ്ഞ് UP വിഭാഗം കുച്ചിപ്പുടി നടക്കവേ 5 മിനിറ്റ് മത്സരം പുരോഗമിക്കവേ ആവണി തലകറങ്ങി വീഴുകയും മത്സരം താൽക്കാലികമായി 20 മിനിറ്റ് നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും വേദിയിൽ നൃത്തം അവതരിപ്പിച്ചാണ് ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം ആവണി പിടിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം UP വിഭാഗം കുച്ചിപ്പുടിയിൽ ജില്ലയിൽ ആവണിക്ക് 2ാം സ്ഥാനമായിരുന്നു. 2022 ചായോത്ത് നടന്ന ജില്ലാ കലോത്സവത്തിൽ 1ാമതെത്തിയിരുന്നു. ഈ വർഷം ഹോസ്ദുർഗ് ഉപജില്ലയിൽ മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവയിൽ 2ാമതെത്തിയിരുന്നു. 4 വയസ്സ് മുതൽ ആവണി ശാസ്ത്രീയ നൃത്ത ഇനങ്ങൾ പരിശീലിച്ചു പോരുന്നുണ്ട്. കലാമണ്ഡലം വനജാരാജനാണ് പരിശീലക. പെട്ടെന്നുണ്ടായ ഒരു വീഴ്ച എല്ലാവർക്കും ഷോക്കായിരുന്നു. വീട്ടിൽ എല്ലാവരും പേടിച്ചു. നമ്മളൊക്കെ ഓടിപ്പോൾ ഇങ്ങനെ ഒരു ഷോക്കെല്ലായിട്ട് വീഴുന്ന പോലെ തോന്നില്ല. അപ്പോൾ ഓടി സ്റ്റേജിലേക്ക് പോയി എല്ലാവരും കുറച്ച് വെള്ളം കൊടുത്ത് ശരിയാക്കി ഇവിടെ കളിക്കും. ഓരോ വന്നപ്പോൾ ഇവിടെ കളിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് റെഡിയാക്കി കളിപ്പിച്ചു. ഭയങ്കര സങ്കടമായി, എല്ലാവർക്കും സങ്കടമായി. പക്ഷെ രണ്ടാമത് ഫസ്റ്റ് കിട്ടിയപ്പോൾ അവിടെ കളിച്ചപ്പോൾ ഭയങ്കര ഓഡിയൻസ് സപ്പോർട്ടായിരുന്നു, ഭയങ്കര കൈയായിരുന്നു, ഭയങ്കര റിസൾട്ട് കൂടി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വേദിയിൽ കയറുന്നതും ഒരുപാട് ടൈമിലേക്ക് എന്നൊക്കെ കുട്ടികൾ ഒരുപാട് സ്ട്രെസ് ആകുന്നുണ്ട്, ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. പരിപാടി എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലേ. പുല്ലൂർ എടമുണ്ടയിലെ KSRTC ഡ്രൈവർ KM രാജേഷിന്റെയും ജിനിയുടെയും മകളാണ് 7ാം തരം വിദ്യാർത്ഥിനിയായ ആവണി. സഹോദരൻ +2 വിദ്യാർത്ഥി അദ്വൈത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് ചൂട് ചായ കുടിച്ച് അല്പസമയം സൊറ പറഞ്ഞിരിക്കാൻ ഓലമേഞ്ഞ ഒരു ചായപ്പീടിയ ഉണ്ടവിടെ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിളിൽ എത്തുന്ന സ്കൂൾ എന്ന ഖ്യാതി ഉള്ള ഈ സ്കൂളിൽ ആ സൈക്കിളുകളൊക്കെ നിർത്തിയിടാൻ ഒരു സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ SPC കുട്ടികളാണ് ഈ ചായക്കട നടത്തുന്നത്. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം കാണാൻ വേണ്ടി ഉദിനൂരിൽ എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 70കളിലൊക്കെ എത്തിയ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ചായക്കട കാണാം കേട്ടോ. പണ്ട് 70കളിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ മുഴുവൻ ചായക്കടയും ഇത്തരത്തിൽ ഓല മെടഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു വലിയൊരു കൗതുകമുണ്ട്. ഒരു റാന്തൽ വിളക്കും പഴയ റേഡിയോയും ഒക്കെ ആയി SPC ആണ് ഇവിടെ ഇത്തരത്തിലൊരു ചായക്കട, അത് കാസർഗോഡൻ ഭാഷയിൽ ചായപ്പീടിയ എന്ന് പറയും, അത്തരത്തിലൊരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് പിള്ളേരോടൊന്ന് ചോദിക്കാം. ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ചായക്കട, ചായപ്പീടിയ എങ്ങനെയുണ്ട്? ആഹാ, എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ അടിപൊളിയാണ്? നല്ല തിരക്കാണ്. എത്ര ദിവസമായി ചായക്കട തുടങ്ങിയിട്ട്? ഇന്ന് തുടങ്ങിയതാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു പഴയ തീം ആരാണ് പിടിച്ചത്? ഒരു റേഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതെ അല്ലേ? അപ്പോ പഴയ കാലത്ത് നമ്മുടെ ഈ ഓർമ്മകളൊക്കെ ചായക്കടകളിൽ നിന്നാണ് രാഷ്ട്രീയം പറച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നെന്ന് പറയാം. ഏത് കാര്യങ്ങളും ആദ്യം അറിയുന്നത് ചായക്കടയിലെ ബെഞ്ചുകളിലായിരുന്നു. അപ്പൊ ഇത്തരത്തിലൂടെ ചായക്കടയും ബെഞ്ചും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ ഒരു സതുദ്യമം ഏറ്റവും നന്നായി തന്നെ പോകുന്നു. ഇന്ന് രാവിലെ മുതലാണ് ആരംഭിച്ചത് എന്ന് പറയുന്നു. ഏറ്റവും നന്നായി തന്നെ പോകുന്നു. അങ്ങനെ ഈ കലോത്സവം കഴിയുന്നവർ അങ്ങനെ ഇരിക്കട്ടെ. വലുതായാലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മൈൻഡ് കൈവിടാതിരിക്കാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും SPCയുടെ ചായക്കടയിൽ നിന്നും സുമേഷിനൊപ്പം KN വർഷ. സ്കൂൾ പഠനയാത്രയിൽ നിന്ന് പണമില്ലെന്ന കാരണത്താൽ ആരെയും മാറ്റി നിർത്തരുതെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിന് കയ്യടി. ചരിത്രപരമായ നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വച്ചത്. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടാൻ വൈകിയെങ്കിലും സർക്കാർ വകുപ്പ് തന്നെ മുന്നിട്ടിറങ്ങുന്നത് പ്രശംസനീയമാണ്. കാണാം ഡീപ് റിപ്പോർട്ട്. സ്കൂൾ പഠനയാത്രയിൽ നിന്ന് പണമില്ലാത്തതിനാൽ ആരെയും മാറ്റി നിർത്തരുതെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിന് കയ്യടി. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പ്രാപ്യമായ രീതിയിൽ യാത്രകൾ ക്രമീകരിക്കുവാനും ഒപ്പം അധ്യാപകരുടെയും മറ്റും ചെലവുകൾ PTA ഉൾപ്പെടെയുള്ളവർ വഹിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മേലുള്ള ഭാരം കുറക്കുവാനുമാണ് വകുപ്പിന്റെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അത്യന്തം ഗൗരവമുള്ള വിഷയത്തിലെ സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചത്. നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ കാര്യമായ ചർച്ചകൾക്ക് ഇടം കണ്ടെത്താൻ നാം മുതിർന്നില്ല. മുൻപൊക്കെ പലപ്പോഴും കുടുംബത്തിന്റെ സ്ഥിതിയോർത്ത് വിനോദയാത്രകളിൽ നിന്ന് വിട്ടുനിന്ന ഒത്തിരി പേരുണ്ട്. 20 രൂപയുടെ ക്ലാസ് ഫോട്ടോ വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി പോലുമില്ലാതെ കണ്ണു നിറക്കേണ്ടി വന്ന അനേകം വിദ്യാർത്ഥികളുണ്ടായ നാടാണിത്. വൈകിയാണെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടാൻ സർക്കാർ വകുപ്പ് തന്നെ മുന്നിട്ടിറങ്ങുന്നത് നല്ല മാറ്റമാണ്. ഇന്നും നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ ശതമാനം വിദ്യാർത്ഥികളെങ്കിലും സാമ്പത്തികമായി കടുത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്.
അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള യാത്രകൾ ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല. ഇതിനു പുറമെ സ്കൂളുകളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ സമ്മാനങ്ങൾ കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾ നിർബന്ധിതരാകുന്നു എന്ന പരാതിയും വ്യാപകമാണ്. അവ പൂർണ്ണമായും നിരോധിക്കുവാനും വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. കുട്ടികൾക്കുമേൽ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന എല്ലാത്തരം പരിപാടികളും നിയന്ത്രണം കൊണ്ടുവരുവാനുള്ള തീരുമാനം വലിയൊരു സന്ദേശം കൂടിയാണ്. വിദ്യാലയങ്ങളിൽ എല്ലാവരും ഒന്നാണെന്ന സന്ദേശം. 2 ദിവസങ്ങളിലായി പഴയങ്ങാടിയിൽ നടന്ന KSSPA ജില്ലാ സമ്മേളനത്തിന് സമാപനം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി പഴയങ്ങാടിയിൽ നടന്ന KSSPA ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. ജില്ലാ വൈസ് പ്രസിഡന്റ് N കൃഷ്ണൻ നമ്പൂതിരി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CL ജേക്കബ്, P അബ്ദുള്ള, P അബ്ദുൽ ഖാദർ, T കുഞ്ഞികൃഷ്ണൻ, P രാഘവൻ, PV ബാലകൃഷ്ണൻ, TP രാജീവൻ, സുധീഷ് വെള്ളച്ചാൽ, CP ജയരാജൻ, N രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. K മോഹനെ പുതിയ പ്രസിഡന്റായും P സുഖദേവനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാതയിൽ മലിനജലം ഒഴുക്കിയ വാഹനം പിടിച്ചെടുത്തു. വെള്ളൂർ ആലിൻകീഴിൽ പുതിയ ദേശീയപാതയിൽ മാലിന്യങ്ങൾ അടക്കമുള്ള അഴുക്കുവെള്ളം ഒഴുക്കിയ KL 64 A79 72 ടാങ്കർ ലോറിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടിച്ചത്. പോലീസ് എത്തി വാഹനവും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. വെള്ളൂർ ആലിൻകീഴിൽ പുതിയ ഹൈവേയിൽ മലിനജലമൊഴുക്കിയ KL 64 A7972 ടാങ്കർ ലോറിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടിച്ചത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് മലിനജലമൊഴുക്കി തിരിച്ചു പോകുമ്പോൾ കാറുമേൽ മുങ്ങത്ത് വെച്ച് വാഹനം പിടികൂടിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മലിനജലം ഒഴുക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇന്നലെ കാത്തിരുന്ന വാഹനം പിടികൂടിയത്. വാർഡ് കൌൺസിലർ O സുമതി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയെ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി വാഹനവും ഡ്രൈവറായ കണ്ണൂർ നാറാത്ത് ഉളിയിലാട്ട് ബാബു PS എന്നയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഡ്രൈവറുടെ കൂടെയുണ്ടായിരുന്ന അഖിൽ എന്നയാൾ ഓടി രക്ഷപ്പെട്ടു. മലിനജലം ഒഴുക്കിവിട്ട സ്ഥലത്ത് നഗരസഭ ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് ശുചീകരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവായിരുന്ന പാവൂർ കുഞ്ഞിരാമൻ ചരമവാർഷിക ദിനാചരണം പെരളം EMS മന്ദിര പരിസരത്ത് നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവായിരുന്ന പാവൂർ കുഞ്ഞിരാമൻ 13ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പെരളം EMS മന്ദിര പരിസരത്ത് നടന്ന പൊതുയോഗം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. 1934 ബാലകൃഷ്ണനോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ 34 ബാലസംഘം എന്നാണ് എഴുതി വെച്ചത്. ഞാൻ ബാലകൃഷ്ണനോടും കൃഷ്ണനോടും ഞാനൊരു സംശയം, കാരണം ബാലഭാരത സംഘം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഇന്നലകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കൊടക്കാടും പിലിക്കോടും ഒക്കെ കേന്ദ്രീകരിച്ചു. ഒരുപക്ഷെ ആ കൊടക്കാട് പിലിക്കോട് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കൂടി പെരുവള്ളൂരൊക്കെ ഉൾച്ചേർന്നൊരു ഭാഗമായിരിക്കാം. ബാലഭാരത സംഘത്തിന്റെ പ്രവർത്തകനായി ഉൾപ്പെടെ അങ്ങനെയായിരിക്കണം, ചിലപ്പോ ആ രീതിയിലായിരിക്കണം അദ്ദേഹം ബാലസംഘത്തിന്റെ നേതാവായിട്ട് ഉയർന്നു വന്നത്. 46 കരിവള്ളൂർ സമരത്തിന്റെ ഓർമ്മകളിൽ ഇവിടെ ബാലകൃഷ്ണേട്ടൻ രാമാട്ടൻ വഹിച്ച പങ്കിനെ കുറിച്ചും ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും ആ ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചെറുപ്പത്തിന്റെ യൂത്തിന്റെ ഭാഗമായ ഒരു നേതാവായി മാറുകയാണ്. KP ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ, M രാഘവൻ, T ഗോപാലൻ, C ബാലകൃഷ്ണൻ, P രമേശൻ, K മധു തുടങ്ങിയവർ സംസാരിച്ചു. ചീറ്റ കേന്ദ്രീകരിച്ചു നടന്ന ബഹുജന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. രാവിലെ ചീറ്റയിലെ സ്മൃതി മണ്ഡപത്തിൽ KP ദാമോദരൻ പതാക ഉയർത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാഠഭാഗത്തെ തൊട്ടറിയാൻ കരിവള്ളൂർ മാന്യഗുരു സ്കൂളിലെ കുട്ടികൾ കൂക്കാനം ബഡ്സ് സ്കൂളിലെത്തി. സ്കൂളിലെ കുട്ടികളുമായി ചേർന്ന് ഭക്ഷണം കഴിക്കുകയും കലാപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. പാഠഭാഗത്തെ തൊട്ടറിയാൻ കരിവള്ളൂർ മാന്യഗുരു സ്കൂളിലെ കുട്ടികൾ കൂക്കാനം ബഡ്സ് സ്കൂളിലെത്തി. 4ാം ക്ലാസ്സിലെ ഊണിന്റെ മേളം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ ബഡ്സ് സ്കൂളിലെത്തിയത്. കുട്ടികൾ തന്നെ വിളമ്പുകാരാവുകയും ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകി. തുടർന്ന് എല്ലാവരും ഒരുമിച്ചു ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു.
തുടർന്ന് ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ സംരംഭങ്ങളായ നോട്ട്ബുക്ക് ബൈൻഡിംഗ് നിർമ്മാണം, നെയ്ത്ത്, ചവിട്ടി നിർമ്മാണം എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. PTA പ്രസിഡന്റ് ശ്രീജിത് കുമാർ PC, വൈസ് പ്രസിഡന്റ് ബിജു കെ, മാനുഗുരു സ്കൂൾ പ്രഥമാധ്യാപകൻ പ്രവീൺ, അധ്യാപകരായ പ്രസന്ന, നിവ്യ, അനുശ്രീ, ബഡ്സ് സ്കൂൾ പ്രഥമാധ്യാപിക ദീപിക തുടങ്ങിയവർ കുട്ടികളോടൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ 2024 പരിപാടി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. 2 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനാവശ്യമായ കോഴ്സുകളെക്കുറിച്ച് അറിയാൻ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിനി ദിശ 2024 എക്സ്പോ സംഘടിപ്പിച്ചു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൌൺസിലിംഗ് സെൽ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിന് തുല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കാണ് ഈ വിദ്യാഭ്യാസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം അപ്പുറം സ്കിൽ, പണ്ട് 100 വാങ്ങിച്ചാൽ 195 മാർക്ക് വാങ്ങിച്ചാൽ അഭിമുഖത്തിന് പോയാൽ നമ്മുടെ നാട്ടിൽ സാധാരണ പറയും 1-ാം റാങ്കിൽ ആർക്കാം 100 വ്യത്യാസം കിട്ടും, 95 വ്യത്യാസം 2ാമത് വരില്ലേ. പിന്നെ അങ്ങനെയല്ല, 100-ൽ 90 ആകുള്ളൂ. പക്ഷെ ഇവിടെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു. ആ അഭിമുഖത്തിൽ അവന്റെ കഴിവുകളെ കൃത്യമായി പ്രകടിപ്പിക്കാൻ അവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 100-ൽ 100 കിട്ടിയവന്റെ കഴിവുകൊണ്ട് 100-ൽ 90 കിട്ടിയവന് തൊഴിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ അവന്റെ സാധ്യതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ചടങ്ങിൽ കണ്ണൂർ RDD R. രാജേഷ് കുമാർ മുഖ്യാതിഥിയായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ അധ്യക്ഷത വഹിച്ചു. GNAC ജില്ലാ കോർഡിനേറ്റർ റീജ R. റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് P. ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV. സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ K. പങ്കജാക്ഷൻ, മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് P. സുലേഖ, PTA പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ, M. രാജേഷ്, ഹസീന കബീർ, രാജീവൻ K. പുരുഷോത്തമൻ OV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് ആവശ്യമായ കോഴ്സുകളെക്കുറിച്ച് മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മിനി എക്സ്പോ ശ്രദ്ധേയമായി. മാറിയ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകളെക്കുറിച്ച് അറിവ് നൽകുന്നതായിരുന്നു എക്സ്പോ. മാറുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും തുടർ പഠനത്തിന് ആവശ്യമായ കോഴ്സുകളെക്കുറിച്ചും അറിയാൻ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മിനി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ 2024 ശ്രദ്ധേയമായി. മാറുന്ന തൊഴിൽ സാധ്യതകളെ വിശദീകരിക്കുന്ന സെമിനാറുകൾ 2 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. സിവിൽ സർവീസ് അക്കാദമി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സർവീസ്, പോളിടെക്നിക്, ITI, എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങിയവയെക്കുറിച്ച് വിശദീകരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നിരവധി സ്റ്റാളുകൾ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോബോട്ടിക്സ് പോലെയുള്ള മേഖലകൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ വലിയ കമ്പനികളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം, മെഡിക്കൽ ഫീൽഡിൽ പോലും റോബോട്ടുകളെ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വരും കാലങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം വളരെയധികം കൂടുകയും ലേബർ ചാർജ് കുറച്ചിട്ട് കമ്പനികളെ കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസാണ് വിവിധ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മൾ ലേണിങ്ങിൽ പോലും കുട്ടികൾക്ക് സ്കൂളിൽ കരിക്കുലത്തിൽ പോലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സിബിഷൻസ് നടക്കുന്നിടത്ത് റോബോട്ടുകളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ടൂൾസുകളുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. AI ആൻഡ് ന്യൂ ട്രെൻഡ് ഇൻ കരിയർ, എഡ്യൂക്കേഷൻ അബ്രോഡ്, കരിയർ ആഫ്റ്റർ SSLC, കരിയർ ഇൻ കൊമേഴ്സ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, എൻട്രൻസ് എക്സാമിനേഷൻ ആഫ്റ്റർ +2, കരിയർ ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടക്കുന്നത്. എക്സ്പോ ശനിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാട്ടൂൽ നോർത്ത് മാപ്പിള UP സ്കൂളിൽ ഇനി റേഡിയോയും. വിബ്ജിയോർ സ്കൂൾ റേഡിയോ 19.21 ഉദ്ഘാടനം RJ മുസാഫിർ നിർവഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സ്കൂൾ ആർജെമാരായ ഖദീജ ഇസ്മായിൽ, മിൻഹ PP എന്നിവർ മുസാഫിറുമായി സംബന്ധിച്ചാണ് റേഡിയോ പ്രക്ഷേപണം നടത്തിയത്. ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രമേള, ഗണിതമേള, സാമൂഹ്യശാസ്ത്രമേള, കായികമേള, LSS, USS തുടങ്ങിയവയിലും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ SSK കണ്ണൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി അനുമോദിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ T. സരള,
CK ശ്രീജിത്ത്, PTA പ്രസിഡന്റ് O നഷീദ, മദർ PTA പ്രസിഡന്റ് ധന്യ VV മഹമ്മൂദ്, P ബീന, PPK സലാം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. CPIM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ കണ്ണപുരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPIM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ കണ്ണപുരത്ത് വെച്ച് നടക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി T ചന്ദ്രൻ, N ശ്രീധരൻ, KV രാമകൃഷ്ണൻ, P ഗോവിന്ദൻ, PP ഷാജിർ, KV ശ്രീധരൻ, TV രഞ്ജിത്ത്, M ഗണേശൻ, K ശിവദാസൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ച് പാണ്ടിമേളം നടന്നു. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലായിരുന്നു പാണ്ടിമേളം അരങ്ങേറിയത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാത്രിയിൽ പാണ്ടിമേളം നടന്നു. തൃശൂർ പൂരത്തിന്റെ പ്രമാണിയായിരുന്ന പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലായിരുന്നു പാണ്ടിമേളം നടന്നത്. മടിയൻ രാധാകൃഷ്ണമാരാരും സംഘവും ഒപ്പം ചേർന്നു. വാദ്യകലാഘോഷത്തിൽ നിരവധി കലാകാരന്മാർ അണിനിരന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ ക്ഷേത്രസന്നിധിയിൽ പഞ്ചാരിമേളവും തുടർന്ന് അക്ഷരശ്ലോകവും നടന്നു. രാത്രി 7 മണിക്ക് നീലേശ്വരം കുട്ടന്മാരാരും രാധാകൃഷ്ണമാരാരും ഇരട്ടത്തായമ്പക അവതരിപ്പിച്ചു. തുടർന്നാണ് പാണ്ടിമേളം അരങ്ങേറിയത്. സമാപന ദിവസമായ നവംബർ 30 ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്രസാദഊട്ട് നടക്കും. രാത്രി പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും അമ്പലമൈതാനിയിൽ അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുത്തൂർ യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി. സമാപന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി. 25ാമത് വാർഷികാഘോഷ പരിപാടികളാണ് 2 ദിവസങ്ങളിലായി നടന്നത്. വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. സമാപന സമ്മേളനം എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രവർത്തിച്ച പലരും പ്രായമായി പോയാൽ പോലും 25 കൊല്ലം മുമ്പ് ഇത് ഏതാനും ചെറുപ്പക്കാർ കൂടിയിരുന്ന് വളരെ ആദർശികമായിട്ട് ആരംഭിച്ചതാണെങ്കിലും ഒരു നാടിൻ്റെ യശസ്സിന്, ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക്, എല്ലാ തരത്തിലും ഉള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകളും ആവശ്യമാണ്. ഈ നാടിന് ഉണ്ട്, ഈ പ്രബുദ്ധമായ നാട് അത് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഒരു കൂട്ടായ്മ അതിൻ്റെ 25ാം വർഷം വളരെ സമുജ്വലമായി ആഘോഷിക്കുന്നു. ഒരു വർഷം നീണ്ട പ്രവർത്തനങ്ങളിലൂടെ ആഘോഷിക്കുന്നു. അതിൻ്റെ സമാപന സന്ദർഭത്തിൽ നമ്മൾ കൂടിയിരിക്കുന്നു എന്നുള്ളത്. KV രാമചന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ P ഹരികുമാർ, K മധു, ബാബുരാജൻ KV, U ബാബു, ബിജു M തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഡിവൻസ് ഫോക്ലാൻഡും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പരിയാരം പ്രസ് ക്ലബിന്റെ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. M വിജിൻ MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃകാപരമായ പ്രവർത്തനമാണ് പരിയാരം പ്രസ് ക്ലബ്ബ് കാഴ്ചവെക്കുന്നതെന്നും ജീവകാരുണ്യ രംഗത്തേക്ക് കൂടി കടന്നുവരാനുള്ള പ്രസ് ക്ലബിന്റെ നീക്കം അഭിനന്ദനാർഹമാണെന്നും M വിജിൻ MLA പറഞ്ഞു. മാധ്യമപ്രവർത്തനത്തോടൊപ്പം സെമിനാറുകൾ, ചർച്ചകൾ, നാടിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നിർവഹിക്കാൻ പറ്റും അത്തരം കൂട്ടായ്മകൾ ഇതെല്ലാം ഈ പ്രസ് ക്ലബിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കൂടുതൽ സ്ഥാപനം വിപുലപ്പെടുത്തുക, കേന്ദ്രം വിപുലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പ്രവർത്തനത്തെ കൂടുതൽ മികവുറ്റതാക്കുക എന്നുള്ളതാണ്. ഇവിടെ പപ്പാട്ടൂർ ഉൾപ്പെടെ പപ്പമാഷ് ഉൾപ്പെടെ സൂചിപ്പിച്ച ഒരു ഭാഗമുണ്ട്. സ്വാഭാവിക മെഡിക്കൽ കോളേജ് ആകുമ്പോൾ പല ഭാഗത്തുള്ള മാധ്യമപ്രവർത്തകർ കൂടി
ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി കടന്നു വരുമ്പോൾ അവരെ കൂടി ഉൾക്കൊള്ളാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരു വിവേചനം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, സാന്ത്വനം സെന്റർ ഡയറക്ടർ റഫീഖ് അമാനി തട്ടുമൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ നജുദ്ദീൻ പിലാത്രയെ ചടങ്ങിൽ വെച്ച് MLA ആദരിച്ചു. PV സജീവൻ, പപ്പൻ കുഞ്ഞിമംഗലം, ടി ബാബു പഴയങ്ങാടി, ശ്രീകാന്ത് പാണപ്പുഴ, കെ ദാമോദരൻ, രാജേഷ് പഴയങ്ങാടി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം പഞ്ചായത്തിലെ കുളപ്പുറം ഒറന്നടത്തുചാലിൽ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുളപ്പുറം ഒറന്നടത്തുചാലിലെ മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ എന്റെ TB മുക്ത ഗ്രാമപഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി ക്ഷയരോഗനിർണയ ക്യാമ്പും മന്ത് മലേറിയ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രോഗബാധിതരായവരെ നേരത്തെ കണ്ടെത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു CV, ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P. ഷനോജ്, PV ഉമേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ DVC യൂണിറ്റിലെ മധു P, ഫീൽഡ് വർക്കർമാരായ രാജേഷ് S, ശ്രീജ PV, സീമ ബാലകൃഷ്ണൻ, റെന്നി P, M. രജനി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുതാഴം വയലപ്ര ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. സ്ഥലത്ത് പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. എരമം ഭാഗത്ത് പുലിയെ കണ്ടതിനെ തുടർന്ന് രാത്രിയിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും RRT സംഘവും. മാട്ടൂൽ ബീച്ച് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി M. വിജിൻ MLAയുടെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നിത്യേന നിരവധി പേർ എത്തിച്ചേരുന്ന മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ സമീപത്താണ് ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. പാലക്കാടൻ വിഭവങ്ങളുമായി പയ്യന്നൂർ പെരുമാളിന് പ്രസാദ ഊട്ട്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച നടക്കുന്ന പ്രസാദ ഊട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 25,000 പേർക്കാണ് പ്രസാദ ഊട്ട്. 2 ദിവസങ്ങളിലായി പഴയങ്ങാടിയിൽ നടന്ന KSSPA ജില്ലാ സമ്മേളനത്തിന് സമാപനം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.